ഹലോ ഗൈസ്, പതിവ് പോലെ ബീംസ് വേൾഡ് ഇതായിത്തിയിരിക്കുന്നു. നാടൻ വറുത്തരച്ച വെണ്ടയ്ക്ക തീയലിൻ്റെ റെസിപ്പിയായിട്ട് അടിപൊളി കറിയാണ്. എല്ലാത്തിൻ്റെ കൂടെ കോമ്പിനേഷനുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് ആദ്യം തേങ്ങ, പിന്നെ ചുവന്നുള്ളി, അത് ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ വെളുത്തുള്ളി വളരെ കുറച്ച് അല്ലികൾ മാത്രം. ഇവിടെ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ കുരുമുളക്, ഇത്രയാണ് നമുക്ക് ആവശ്യം. പിന്നെ നമുക്ക് പൊടികൾ ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചത്, 1-2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റീലിൻ്റെ പാൻ വയ്ക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ സ്റ്റീലിൻ്റെ പാൻ ആയതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചത് കേട്ടോ. നോൺ സ്റ്റിക്കിൽ നമുക്ക് എണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തേങ്ങയുടെ കൂടെയുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ഇതിനകത്ത് കുരുമുളകും ചുവന്നുള്ളിയും ചെറിയ ഉള്ളി, വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറാവുന്ന വരെ ഇതൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് തീ വളരെയധികം സിമ്പിളിടുക, ഇതിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ചട്ടിയിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ആദ്യം ഒന്ന് വറുത്തെടുക്കാം. വെണ്ടയ്ക്കയുടെ ആ എണ്ണമയൊക്കെ മാറിയതിന് ശേഷം മാത്രം നമുക്ക് സവാള ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. സവാള വെന്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പുകൾ ചേർത്ത് കൊടുക്കാം. അരപ്പ് ആവശ്യത്തിന് ചേർത്തതിന് ശേഷം നമുക്ക് എന്തോരം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് താളിച്ച് ചുറ്റുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക തീയലിൻ്റെ റെസിപ്പി. വളരെ നല്ലൊരു നാടൻ ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.